ഹലോ, വെൽക്കം ടു ന്യൂമിക്സ് ലേണിങ്സ്. എൻ്റെ പേര് അഫീഫ് അലി പി ടി. പ്രിയപ്പെട്ട കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഉഷാറല്ലേ? നമ്മൾ ക്രിസ്മസ് പരീക്ഷയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് സെക്കൻഡ് ടേമിൽ നമുക്ക് കുറച്ച് ചാപ്റ്ററുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് കോർഡിനേറ്റ്സ്. നിങ്ങളെല്ലാവരും കോർഡിനേറ്റ്സ് വളരെ എളുപ്പത്തിൽ പഠിച്ച് മനസ്സിലാക്കിയ ഒരു ചാപ്റ്ററാണ്. കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ ട്രിഗണോമെട്രിയാണ്, അതിന് തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ ഈ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമുക്ക് 10ാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ 11ാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്, ജോമെട്രി ആൻഡ് ആൾജിബ്ര. അപ്പോൾ ആ ചാപ്റ്റർ കൃത്യമായി നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ 7ാമത്തെ ചാപ്റ്ററായ കോർഡിനേറ്റ്സ് നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്രിസ്മസ് പരീക്ഷ ഡിസംബർ 15-ാം തീയതി ആദ്യത്തെ എക്സാം തന്നെ നമ്മുടെ മാത്തമാറ്റിക്സ് ആണ്. അതിന് നമുക്ക് ട്രിഗണോമെട്രി, അതുപോലെ കോർഡിനേറ്റ്സ്, ടാൻജൻസ്, പിന്നെ സർക്കിൾസുമായി റിലേറ്റ് ചെയ്തൊരു ചാപ്റ്റർ, പോളിനോമിയൽസ്, ഇതൊക്കെയാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ 4-5 ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ് കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ. അപ്പോൾ ആ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. വെറും 3 ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. കൂടുതൽ റിവിഷൻ വീഡിയോസിനായി താഴെ കാണുന്ന സ്ക്രോൾ ചെയ്തു പോകുന്ന വാട്സാപ്പ് നമ്പറിൽ മക്കൾ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിർബന്ധമായിട്ടും ഷെയർ ചെയ്യുക. കാരണം അവരും പഠിക്കട്ടെ, അവരും മാർക്ക് വാങ്ങിക്കട്ടെ. സെറ്റല്ലേ? അപ്പോൾ നമ്മൾ നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു റെക്റ്റാങ്കിൾ ആണ് തന്നിട്ടുള്ളത്, ഒരു ചതുരവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ ലളിതമായ കൺസെപ്റ്റാണ്. ഇവിടെ ABCD എന്നാണ് നമ്മുടെ കയ്യിലുള്ള റെക്റ്റാങ്കിളിന്റെ പേര്. ദെൻ ഫ്രം ദ ഫിഗർ ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് B and D. എടാ, ബിയുടെ കോർഡിനേറ്റ്സ്, ബിയുടെ സൂചക സംഖ്യയും കാണണം, ഡിയുടെ കോർഡിനേറ്റ്സും കാണണം. അതിന് നമ്മുടെ കയ്യിലുണ്ട് ഇവിടെ എത്രയാണ്? A 1 3 1 3. അതുപോലെ C എത്രയാണ്? 6 5. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉത്തരം കാണാം. എടാ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? Y ആക്സിസിന് പാരലൽ ആണെങ്കിൽ, Y ആക്സിസിൽ എങ്ങനെയല്ലേ എക്സ് ആൻഡ് Y ആക്സിസ് ഉണ്ടാവുക അല്ലേ? ഇത് Y ആണ്, ഇത് X ആണ്. Y ആക്സിസിന് പാരലൽ ആണെങ്കിൽ എക്സിന് എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എഴുതാം, ഇത് 6 ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? 6 ആയിരിക്കും. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിൽ വൈക്ക് എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ നമുക്ക് 6 3. എങ്ങനെയാ കിട്ടിയത്? ഇവിടുത്തെ എക്സിലെ 6ഉം ഇവിടുത്തെ വൈയിലെ 3ഉം. റെഡിയല്ലേ? സെറ്റാണ്. അതേപോലെ നിങ്ങളൊന്ന് പറഞ്ഞേ, ഇവിടുത്തെ എക്സിലെ 1ഉം ഇവിടുത്തെ വൈയിലെ 5ഉം. എങ്ങനെയാണ് എടുത്തത്? ഇവിടുത്തെ എക്സിലെ 1ഉം ഇവിടുത്തെ വൈയിലെ 5ഉം. കൂടുതൽ വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ല, മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കൺസെപ്റ്റ് തന്നെയാണ്. ഒന്നുകൂടി പറയാം, ഇവിടെ എക്സ് കോർഡിനേറ്റ് 6 ആണെങ്കിൽ അതിന് നേരെ താഴെ വരുന്ന എക്സ് കോർഡിനേറ്റും എന്ത് തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. എടാ, ഇവിടുത്തെ വൈ കോർഡിനേറ്റ്, വൈ സൂചക സംഖ്യ 3 ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വൈ കോർഡിനേറ്റും 3 തന്നെയായിരിക്കും. അപ്പൊ ബി നമുക്ക് എന്ത് കിട്ടി? 6 3. അതേപോലെ നമ്മൾ പഠിച്ചു, ഇവിടുത്തെ എക്സ് 1 ആണെങ്കിൽ ഇവിടെയുള്ള എക്സും എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവിടെയുള്ള വൈ 5 ആണെങ്കിൽ ഇവിടെയുള്ള വൈയും എന്തായിരിക്കും? 5 ആണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. എന്താണ്? ബിയുടെ സൂചക സംഖ്യ 6 3 ആണ്. ഡിയുടെ കോർഡിനേറ്റ്സ് എത്രയാണ്? 1 5 ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ്, ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇനി നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇത് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് വായിക്കാം. 2 3 കേന്ദ്രമായ വൃത്തത്തിലെ ബിന്ദുവാണ് 8 11. അപ്പോൾ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ സെന്റർ, കേന്ദ്രം എത്രയാണ്? 2 3 ആണ്. സർക്കിളിൽ ഒരു പോയിന്റ് ഉണ്ട്, അത് എത്രയാണ്? 8 11 ആണ്. അപ്പൊ കാണേണ്ടത് എന്താ? വൃത്തത്തിന്റെ ആരം, റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഇംഗ്ലീഷിൽ എന്താ? കൺസിഡർ സർക്കിൾ centered at 2 3 and 8 11 be point on it. What is the radius of the circle? സർക്കിളിന്റെ റേഡിയസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഇതിന്റെ ആൻസർ കാണാമല്ലോ. ഇതാ ഇപ്പുറത്തൊരു പേജ് എടുത്തിട്ടാണ് ഞാൻ ഇതിന്റെ ആൻസർ കാണുന്നത്. ഓക്കെ, നമുക്ക് ഈ സർക്കിൾ ഒന്ന് വരക്കാം. ആദ്യം നമുക്ക് എന്ത് വരക്കണം? എടാ, ഈ സർക്കിൾ നമുക്കൊന്ന് വരക്കണം. ഓക്കെ, ഇതാണ് ആ സർക്കിൾ എന്ന് വിചാരിച്ചോ. കുറച്ച് വലുതാക്കിയിട്ട് തന്നെ ഞാൻ വരക്കുന്നുണ്ട്, മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സർക്കിൾ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ വരക്കുന്നുണ്ട്. റെഡി അല്ലേ?
ഈ സർക്കിളിന് ഒരു സെന്റർ ഉണ്ടാ, ഈ സർക്കിളിന് സെന്റർ, ഇതാണ് സർക്കിളിന്റെ സെന്റർ എന്ന് വിചാരിച്ചോ മക്കള്, സർക്കിളിന്റെ സെന്റർ ആണെന്ന് വിചാരിച്ചോ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സർക്കിളിന്റെ സെന്റർ എത്രയാണ്, 2 3 ആണ്. അപ്പൊ സർക്കിളിന്റെ സെന്ററിന് നമ്മൾ എന്ത് കൊടുത്തു, 2 3 ആണ് സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ്. സെറ്റ് അല്ലേ, റെഡി അല്ലേ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, സർക്കിളിലെ ഒരു പോയിന്റ് ആണ് 8 11. ആ സർക്കിളിലെ ഒരു പോയിന്റ് ആണ് എന്ത്, 8 11. ഞാനിത് ഇവിടെ കൊടുത്തത്, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാം നമുക്ക്. എത്ര കൊടുത്തത്, 8 11. റെഡി. ഇനി നമുക്ക് റേഡിയസ് ആണ് കാണുന്നത്. എടാ റേഡിയസ് ആരം എന്ന് പറഞ്ഞാൽ എന്താ, വൃത്തകേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്കുള്ള അകലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. നമ്മൾ സർക്കിളിന്റെ സെന്ററിന് എത്ര കൊടുത്തു, 2 3 കൊടുത്തു. സർക്കിളിലെ ഒരു പോയിന്റ് 8 11 8 11 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് ഇതാണ് റേഡിയസ്. റേഡിയസ് കാണാൻ ഇതാ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് മാത്രം കണ്ടാൽ മതി, അകലം. എടാ ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പറഞ്ഞേ എന്താ, ഡി സമം എന്താണ് ഡിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ, റൂട്ട് ഓഫ്, മക്കൾ പറഞ്ഞേ എന്താ, റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. സിമ്പിൾ അല്ലേ, ഇക്വേഷൻ ഓർമ്മ ഉണ്ടല്ലോ, മറന്നിട്ടൊന്നുമില്ലല്ലോ. വളരെ എളുപ്പമാണ്. എന്താണ് ഇക്വേഷൻ, റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. നിങ്ങൾ മറന്നിട്ടുണ്ടോ, എന്താ x1? എടാ ഒന്നാമത്തതിൽ x ആണ് x1, എന്താണ് x2? രണ്ടാമത്തതിലെ x ആണ് x2. ഒന്നാമത്തതിലെ y ആണ് y1, രണ്ടാമത്തതിലെ y ആണ് എന്ത്, y2. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഇല്ലാതെയും പെട്ടെന്ന് തന്നെ ഉത്തരം കാണാം, റൂട്ട് ഓഫ്. അതിന് ഞാനൊരു ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. എടാ ഈ x1 മൈനസ് x2 എന്ന് പറഞ്ഞാൽ എന്താ, x1 നിന്നും x2ലേക്ക് എത്രയുണ്ട്, ആ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ x1 2 ആണ്, x2 എത്രയാണ്, 8. അപ്പൊ 2 നിന്നും 8ലേക്കുള്ള അകലം എത്രയാണ്, 6. അപ്പൊ 6 സ്ക്വയർ പ്ലസ്. ഇനി ഇവിടെ നോക്കിക്കേ, y1 3 ആണ്, y2 എത്രയാണ്, 11 ആണ്. y1 3 ആണ്, y2 എത്രയാണ്, 11 ആണ്. അപ്പൊ ഈ 3 നിന്നും 11ലേക്ക് എത്താൻ 3 4 5 6 7 8 9 10 11 എത്ര വേണം, 8 എണ്ണം വേണം. അപ്പൊ നമ്മൾ എന്ത് എഴുതി, 8 സ്ക്വയർ. സെറ്റ് അല്ലേ, മനസ്സിലായല്ലോ. ഒന്നുകൂടി പറയാം, ഈ 2 8ലേക്ക് എത്താൻ 6 വേണം അല്ലേ. ഈ 3 11ലേക്ക് എത്താൻ എത്ര വേണം, 8 വേണം. 2നെയും നമ്മൾ എന്ത് ചെയ്തു, സ്ക്വയർ എഴുതി. ഇനി ഒന്ന് പറഞ്ഞ ആൻസർ, ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 സ്ക്വയർ നമുക്കറിയാം 36 പ്ലസ് 8 സ്ക്വയർ എത്രയാണ്, 64 ആണ്. 8 സ്ക്വയർ എത്രയാണ്, 8 × 8 64 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, എടാ 36ഉം 64ഉം കൂട്ടിയാൽ എത്രയും കിട്ടുക, 100. റൂട്ട് 100 എത്രയാണ്, 10 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, റേഡിയസ്. അതായത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്, അകലം, റേഡിയസ് എന്ന് പറയുന്നത് എത്ര കിട്ടി, 10 കിട്ടി. സെറ്റ് അല്ലേ. എടാ റെഡിയാണ് എന്നാണ് വിചാരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുലയാണ് എടുത്തത്. എന്താ ഡിസ്റ്റൻസ് ഫോർമുല, റൂട്ട് ഓഫ് x1 മൈനസ് x2 ദി ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദി ഹോൾ സ്ക്വയർ. എന്താ അങ്ങനെ പറഞ്ഞാൽ, ഒന്നാമത്തെ എക്സിൽ നിന്നും രണ്ടാമത്തെ എക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്. അപ്പൊ ഒന്നാമത്തെ x 2 ആണ്, രണ്ടാമത്തത് 8. അപ്പൊ 2 8 ആവണമെങ്കിൽ 6. അപ്പൊ 6 സ്ക്വയർ. ഒന്നാമത്തെ y 3 ആണ്, രണ്ടാമത്തെ y 11 ആണ്. അപ്പൊ 3 11 ആവണമെങ്കിൽ 8. അപ്പൊ 8 സ്ക്വയർ. 6 സ്ക്വയറും 8 സ്ക്വയറും കൂട്ടിയാൽ 36ഉം 64ഉം 100 കിട്ടും. റൂട്ട് 100 എത്രയാണ്, 10 ആണ്. സെറ്റാണോ എടാ, സെറ്റാണോ, റെഡിയാണോ, കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് മക്കളെ നമ്മൾ കിടക്കുന്നത്. ഒന്ന് നോക്കിയേ, എന്താ ക്വസ്റ്റ്യൻ. ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. 10 0 18 0 10 15 ഇതൊരു മട്ട ത്രികോണത്തിന്റെ ശീർഷങ്ങളാണെന്ന് തെളിയിക്കുക. ശീർഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, വേർട്ടെക്സ് ആണ്, മൂലകളാണ്. അപ്പൊ ഒരു മട്ട ത്രികോണം, ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ 3 മൂലകളാണ് ഈ കാണുന്ന കോർഡിനേറ്റ്, സൂചക സംഖ്യകൾ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, തെളിയിക്കാനുള്ളതാ. സിമ്പിളാ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആ ചിത്രം ഒന്ന് വരച്ചു നോക്കാം. അങ്ങനെ ഒരു മട്ട ത്രികോണം ഉണ്ടെങ്കിൽ ആ ചിത്രം നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇതാ ഞാൻ വരക്കുകയാണ്, ആ മട്ട ത്രികോണം വരക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ വശം, ഇതാണ് രണ്ടാമത്തെ വശം എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇത് എത്രാമത്തെ വശമായിരിക്കണം, ഇത് മൂന്നാമത്തെ വശമായിരിക്കണം. റെഡി, സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് ഇതിന് പേര് കൊടുക്കാം. ഞാൻ ഇതിന് എ എന്നും ഇതിന് ബി എന്നും
ഇതിന് സി എന്നും പേര് കൊടുത്തു. റെഡി? എ എന്നും ബി എന്നും സി എന്നും പേര് കൊടുത്തു. എടാ ഒന്നാമത്തെ കോർഡിനേറ്റ് എത്രയാണ്? 10 0, അതിവിടെ കൊടുത്തു. രണ്ടാമത്തെ കോർഡിനേറ്റ് എത്രയാണ്? 18 0, അതും ഇവിടെ കൊടുത്തു. മൂന്നാമത്തെ കോർഡിനേറ്റ് എത്രയാണ്? 10 15, അതിവിടെ കൊടുത്തു. നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ഇത് മൂന്നും ഓരോ മട്ട ത്രികോണത്തിന്റെ റൈറ്റ് ട്രയാങ്കിൾസിന്റെ വേർട്ടെക്സ് ആണ്, ശീർഷങ്ങളാണ്, അല്ലെങ്കിൽ മൂലകളാണ്. ഇപ്പൊ പുതിയ ടെക്സ്റ്റിൽ ശീർഷം അങ്ങനത്തെ ഉള്ള ടേംസ് ഒന്നുമില്ല, കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. മൂലകൾ അത്രേ ഉള്ളൂ. പുതിയ ടെക്സ്റ്റിലൊക്കെ മൂലകളാണ്. അപ്പൊ ഇത് മൂന്നും മട്ട ത്രികോണത്തിന്റെ മൂലകളാണെന്നാണ് തെളിയിക്കേണ്ടത്. എടാ മട്ട ത്രികോണത്തിന്റെ മൂലകളാണെന്ന് നമ്മൾ എങ്ങനെ തെളിയിക്കണം? മട്ട ത്രികോണത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും അപ്ലൈ ചെയ്യുന്ന ഒരു തിയറം ഉണ്ട്. എന്താണ്? പൈതഗോറസ് തിയറം. എന്താ പൈതഗോറസ് തിയറം? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. അതായത് പാദത്തിന്റെ സ്ക്വയറും ലംബത്തിന്റെ സ്ക്വയറും കൂട്ടിയാൽ കർണത്തിന്റെ സ്ക്വയർ കിട്ടണം. ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. എടാ ബേസിന്റെ സ്ക്വയറും ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയറും കൂട്ടിയാൽ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ കിട്ടണം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഈ മൂന്ന് വശങ്ങളുടെയും ഡിസ്റ്റൻസ്, അകലം കാണണം, അല്ലെങ്കിൽ നീളം കാണണം. എന്നിട്ട് അത് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് തെളിയിക്കണം. അങ്ങനെ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ത്രികോണം മട്ടമായിരിക്കും, ഈ ത്രികോണം റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ എഴുതാൻ പോവാണ്. എങ്ങനെയാണ് എഴുതുന്നത്? എന്താ പൈതഗോറസ് തിയറം? പറഞ്ഞേ. കർണം സ്ക്വയർ സമം, എടാ പറഞ്ഞേ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇതെല്ലാവർക്കും അറിയാലോ. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇവിടെ ഏതാ കർണം? 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശമാണ് കർണം. അങ്ങനെയെങ്കിൽ ഇവിടെ ഏതാണ് കർണം? BC. BC സ്ക്വയർ സമം, BC സ്ക്വയർ എന്താ? BC സ്ക്വയർ സമം പാദം എത്രയാണ്? AB സ്ക്വയർ പ്ലസ് ലംബം ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? AC സ്ക്വയർ. അപ്പൊ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് തെളിയിച്ചാൽ മതി. റെഡിയാണോ? അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ കാണാൻ പോകുന്നത് ഇത് BC സ്ക്വയർ എത്രയാണെന്ന് കാണണം, AB സ്ക്വയർ എത്രയാണെന്ന് കാണണം, AC സ്ക്വയർ എത്രയാണെന്ന് കാണണം. എന്നിട്ട് AB സ്ക്വയറും AC സ്ക്വയറും കൂട്ടിയാൽ BC സ്ക്വയർ കിട്ടുന്നുണ്ടെങ്കിൽ ഇതെന്ത് ത്രികോണമായിരിക്കും? മട്ട ത്രികോണമായിരിക്കും. റെഡി? അപ്പൊ നമ്മൾ ആദ്യം കാണുന്നത് ഏതാ? ആദ്യം നമുക്ക് AB സ്ക്വയർ കാണാം. AB സ്ക്വയർ സമം AB സ്ക്വയർ. എന്താ AB സ്ക്വയർ എന്താ? ആദ്യം നമുക്ക് AB സ്ക്വയർ കാണാം. എടാ AB സ്ക്വയർ ഇതിന്റെ ഡിസ്റ്റൻസ് ഒന്ന് പറഞ്ഞേ. ഏതാ ഇതിന്റെ ഡിസ്റ്റൻസ്? ഇവിടെ ഡിസ്റ്റൻസ് എന്താ? ഈ 10 ഇവിടെ വന്നപ്പോ എത്രയായി? 18 ആയി. ഈ 0 ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. അപ്പൊ ഇത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഈ 10 ഇവിടെ വന്നപ്പോൾ എത്രയായി? 18 ആയി. ഈ 10 ഇവിടെ വന്നപ്പോൾ എത്രയായി? 18 ആയി. അപ്പൊ നമ്മൾ എടുക്കുന്നത് എന്താ? 10 18 ആവണമെങ്കിൽ 8 സ്ക്വയർ. 10 18 ആണെങ്കിൽ എത്രയാണ്? 8 സ്ക്വയർ. അവിടെ റൂട്ടും സ്ക്വയറും ഉണ്ട്. അപ്പൊ 8 സ്ക്വയർ എത്രയാണ്? 64 ആണ്. അപ്പൊ നമുക്ക് AB സ്ക്വയർ എത്ര കിട്ടി? 64 കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് ഏതാ? ഒന്ന് പറഞ്ഞേ. AC ആണ്. നമുക്ക് കാണേണ്ടത് ഏതാ? AC സ്ക്വയർ. എന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണുന്ന നീളമാണ്. ഒന്ന് നോക്കിക്കേ. ഈ 10 ഇവിടെ വന്നപ്പോൾ എത്രയായി? 10 ആയി. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പൊ അത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ഈ 0 ഇവിടെ വന്നപ്പോൾ എത്രയായി? 15 ആയി. ഈ 0 ഇവിടെ വന്നപ്പോൾ എത്രയായി? 15 ആയി. അത് നമ്മൾ എടുക്കണം. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താ? ഈ 0 ഇവിടെ വന്നപ്പോൾ 15 ആയെങ്കിൽ 15 സ്ക്വയർ സമം 225. സെറ്റ് അല്ലേ? ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്തൊക്കെ പറഞ്ഞ ഇതാ. ഇവിടെ ഞാനൊരു ഭാഗം വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ കൂടി കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു അതിരിട്ടിട്ടുണ്ട്. ഓക്കെ, ഒന്ന് നോക്കിക്കേ മക്കളെ. ഒന്ന് പറഞ്ഞേ. AB സ്ക്വയർ നമുക്ക് 64 കിട്ടി. AC സ്ക്വയർ നമുക്ക് എത്ര കിട്ടി? 225 കിട്ടി. ഇനി കാണേണ്ടത് എന്താ? BC സ്ക്വയറാ. എന്നാ BC സ്ക്വയർ എന്ന് പറഞ്ഞേ. BC സ്ക്വയർ സമം, എടാ BC ഒന്ന് നോക്കിക്കേ. 18 10 ഇവിടെ വന്നപ്പോൾ എത്രയായി? 18 ആയി. 15 ഇവിടെ വന്നപ്പോൾ എത്രയായി? 0 ആയി അല്ലേ? 18 10 ആയി, 0 15 ആയി. അപ്പോ 10 18 ആവണമെങ്കിൽ അവിടെയുള്ള ഡിഫറൻസ്, 10 18 ആണെങ്കിൽ അവിടെയുള്ള ഡിഫറൻസ് എത്രയാണ്? 8 സ്ക്വയർ പ്ലസ് 15 മാത്രമാണ് ഇവിടെ ഉള്ളത്. 15 സ്ക്വയർ സമം 8 സ്ക്വയർ 64 പ്ലസ് 15 സ്ക്വയർ എത്ര കിട്ടിയ നമുക്ക്? 225 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു
64 പ്ലസ് 225 എത്രയാണ്? 269. അപ്പൊ ബി സി സ്ക്വയർ നമുക്ക് എത്ര കിട്ടി? 269 കിട്ടി. എടാ ഇതൊന്ന് നമ്മൾ ഫ്രഷ് ആയിട്ട് എഴുതാം. ആദ്യം നമുക്ക് എന്താ കാണേണ്ടത്? ബി സി സ്ക്വയർ സമം ബി സി സ്ക്വയർ സമം എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? തെളിയിക്കേണ്ടത്. റെഡി? നമുക്ക് എന്ത് ചെയ്യേണ്ടത്? തെളിയിക്കേണ്ടത്. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? എ ബി സ്ക്വയർ നമുക്ക് കിട്ടി. എ ബി സ്ക്വയർ എത്ര കിട്ടിയത്? എ ബി സ്ക്വയർ എത്ര കിട്ടിയത്? 64 കിട്ടി. രണ്ടാമത്തേത് എ സി സ്ക്വയർ എത്ര കിട്ടിയെന്ന് പറഞ്ഞേ? 225 ആണ് കിട്ടിയത്. റെഡി? അടുത്തത് ബി സി സ്ക്വയർ എത്ര കിട്ടി? 269. ഇനി ഒന്ന് നോക്കിക്കേ, 64ഉം 225ഉം കൂട്ടിയാൽ എത്രയാണ്? 225. അപ്പൊ എ ബി സ്ക്വയറും എ സി സ്ക്വയറും കൂട്ടിയാൽ എത്ര കിട്ടി? 229. അതൊന്ന് എഴുതി വെച്ചാൽ നമ്മുടെ പ്രൂഫായി. ഏതാ? 64 പ്ലസ് 225 സമം 269. അതായത് എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ കിട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി സി സ്ക്വയർ കിട്ടി. അതിനർത്ഥം ഇവിടെ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മക്കളെ, പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 3 സൂചക സംഖ്യകളും ഈ 3 കോർഡിനേറ്റ്സും ഒരു മട്ട ത്രികോണത്തിന്റെ, ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിളിന്റെ 3 മൂലകളാണ്, 3 വെർട്ടെക്സ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തത് വെറും 3 ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾ കൊണ്ട് ഏകദേശം നമ്മൾ ഈ ചാപ്റ്ററിന്റെ ടോപ്പിക്സ് ഒന്ന് കവർ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ഡീപ്പായിട്ട് ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്കിത് എളുപ്പമാണെന്ന് തോന്നും. കുറെ ഫോർമുലകൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് ഉത്തരം കണ്ടെത്താൻ പറ്റുമെന്ന് തോന്നും. പക്ഷെ ഇതിലെ പല ചോദ്യങ്ങളും പല ചാപ്റ്ററുമായിട്ടും കണക്ട് ചെയ്തിട്ടാണ് വരിക. പ്രത്യേകിച്ച് ത്രികോണമിതി. അതിൽ നമ്മൾ 3 ത്രികോണങ്ങളുടെ അല്ലെ, നമ്മൾ അതിൽ എന്ത് പഠിച്ചിട്ടുണ്ട്? അതിൽ നമ്മൾ ത്രികോണങ്ങളുടെ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ഓർമ്മ ഉണ്ടല്ലോ? എന്താ? 45:90, അതുപോലെ 30:60:90. ഈ 2 ത്രികോണങ്ങളുടെയും റേഷ്യോ, അംശബന്ധമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ഈ ചാപ്റ്ററിൽ നിന്ന് എൻ്റെ മക്കൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് ഇത് കാണുമ്പോൾ എളുപ്പമാണെന്ന് വിചാരിച്ച് ഇതിനെ 2ാം നമ്പർ ആക്കി മാറ്റരുത്, ഇതിനെ ഒരു വിലയില്ലാതെ ആക്കി മാറ്റരുത്. കാരണം പരീക്ഷയ്ക്ക് സുന്ദരമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് നമ്മുടെ അശ്രദ്ധ മൂലം ഒരു കാരണവശാലും ഇതിലെ മാർക്ക് എൻ്റെ മക്കൾ നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ SSLC റിവിഷൻ ബാച്ച് ഡിസംബർ 5 മുതൽ ആരംഭിക്കുകയാണ്. നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ കോഴ്സ് എക്സ്പ്ലനേഷൻ വീഡിയോകളുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ചാപ്റ്ററും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും, അതുപോലെ കൺസെപ്റ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് നിങ്ങൾ SSLC പരീക്ഷയ്ക്ക് വിടൂ. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഓടിപ്പോകുന്ന നമ്പറിൽ ഓടിപ്പോയി മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. അതുവരെ ഗുഡ് ബൈ.